എന്താ കരുണ, എന്തിനാ നീ വന്നേ? ചേട്ടന്റെ കുളിപ്പരയുടെ അപ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത്. ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ. നീ തെങ്ങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത്, പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ. നിനക്ക് ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത്? ഇപ്പൊ ഈ തെങ്ങ്, പിന്നെ ആ തെങ്ങ്, പിന്നെ തെങ്ങ്. തെങ്ങല്ലേ? ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ. പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ, ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കാ. എടാ മോനെ, ഇങ്ങോട്ട് നോക്കേ, കാര്യം പറടാ, കാര്യം പറ. ഞാൻ തുറന്നു പറയാം. ഞാൻ മൂളിക്കുട്ടിയെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. കുര്യാപ്പിള്ളിച്ചേട്ടന് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം. പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും മൂളിക്കുട്ടിയും തമ്മിൽ കെട്ടും. അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത്. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അയലത്തുകാർ കേൾക്കണ്ട. എപ്പോഴായാലും ഇത് അയലത്തുകാർ അറിയും, അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും. കർണ, എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നീ ഈ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എന്റെ മകളെ കെട്ടിച്ചു തരും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങെത്താൻ വന്നപ്പോ എന്റെ മകളുമായി നീ പ്രേമത്തിലെ. ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ, അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ. നിന്റെ സ്വഭാവം അതല്ലേ. അപ്പോ എന്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ? എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും, എന്തും. എന്റെ ഇന്നത്തെ അന്തിച്ചത്ത് എന്റെ സമാപന ചത്തായിരിക്കും. എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചത്ത്. എന്റെ ഒരമ്മാവന്റെ മകൻ മദ്രാസിലുണ്ട്. കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നു. വാടാ കരുണ, വാടാന്ന്. ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും. പുള്ളിയാണ് സത്യം, പള്ളിപ്പുറം പള്ളിയാണ് സത്യം. റൂം നമ്പർ 3 അഡ്മിറ്റ് ചെയ്തേക്കും. യെസ് ഡോക്ടർ. വരും. ആ, ഇരിക്കൂ. 3-4 ദിവസമായി നിർത്താതെയുള്ള ചുമ, ശ്വാസമുട്ടലും കിതപ്പുണ്ട്. എഴുന്നേറ്റ് 2 അടി നടന്ന കണ്ണും തലയും കറങ്ങുന്ന പോലെ തോന്നും. ആ, എന്താ പേര്? നാരായണപിള്ള. നിങ്ങൾക്കല്ലേ അസുഖം? അല്ല, എന്റെ മുത്തശ്ശനാണ്. സോറി ഡോക്ടർ, പേഷ്യന്റ് ആരാണെന്ന് പറയാതെയാണ് രോഗവിവരം പറഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മുത്തച്ഛൻ എത്ര വയസ്സായി? 72. എന്ത് ചെയ്യുന്നു? ഇരിപ്പാണ്. പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. രോഗിയൊന്ന് കൂട്ടിക്കൊണ്ട് വരാമായിരുന്നു. ആ, സാരമില്ല. ഈ മരുന്ന് 3 നേരം കഴിക്കട്ടെ. കുറവില്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. താങ്ക് യു ഡോക്ടർ. ആ, പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, നാരായണപിള്ള. മുത്തച്ഛന്റെ പേരല്ല. സോറി. രേഖ. പഠിക്കണോ? അതെ, BSc ഫൈനൽ ഇയറിന്. ഇവിടെ തന്നെയാണോ സ്വദേശം? അതെ, ആ ബണ്ടിനടുത്താ. ട്യൂഷൻ, സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയല്ലേ. എന്താ മോളെ ഇത്? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല അല്ലേടി? മുരളി മതി. മോളെ, നിന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക്
ഇതുപോലുള്ള തമാശകളും കൗതുകങ്ങളും ഒക്കെ തോന്നുക സാധാരണമാണ്. വർണ്ണങ്ങൾ തേടി നടക്കുന്ന ചിത്രശലഭങ്ങളെ പോലെ ഈ പ്രായം. പക്ഷേ മോൾ ഒരു കാര്യം മറക്കരുത്, ഈ നാട്ടിൽ വെച്ച് ഏറ്റവും വലിയ തറവാടാ നമ്മുടേത്. നമ്മളെ തൊഴുന്നവരെ ഈ നാട്ടിലുള്ളൂ, നമ്മൾ ആരെയും തൊഴാറില്ല. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നിന്റെ മനസ്സിൽ ആ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അതങ്ങ് മറന്നുകളാ. അച്ഛാ, എന്റെ നല്ല മുഖം മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം കൂടെ അച്ഛനുണ്ട്. ഓടിയാത്ത ആഹാ, മോളെവിടെ എന്തെടുക്കുവാ? ഞാൻ പഠിക്കായിരുന്നു മുത്തശ്ശ. മോളെ, ഞാനൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഡോക്ടറോട് വിവരം പറയാം. വേണ്ട, എനിക്ക് ഡോക്ടറെ നേരിട്ടൊന്ന് കാണണം. വേഗം വരാം. മുത്തശ്ശ, സൂക്ഷിച്ചു പോണം. ശരി മോളെ. ഈ ശനിയാഴ്ച രേഖ വീട്ടിൽ പോകണം. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ പറയാം. വെറുതെ ശനിയാഴ്ച വീട്ടിൽ പോവുക, പിന്നെ തിങ്കളാഴ്ച തിരിച്ചു വരിക. ഒരു കാര്യമില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ മുത്തശ്ശ അന്വേഷിക്കില്ലേ? അടുത്ത ശനിയാഴ്ച എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് രേഖ മറന്നു. ഐ എം സോറി മുരളി. അപ്പോ വലിയ ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ടാകും. ഒരേ ഒരു മകനല്ലേ, വീട്ടിൽ വലിയ ആഘോഷം സദ്യയൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പോകുന്നില്ല. ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്റെ രേഖയുടെ ഒപ്പമായിരിക്കും. ഹോസ്റ്റലിൽ നിന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കട്ടെ? ഛേ, ഓൺലി 2 മെമ്പേഴ്സ്, ഞാനും എന്റെ രേഖയും മാത്രം. എന്തിനാ മക്കളെ കിടന്ന് ഇങ്ങനെ കഴിയുന്നത്? നാളെ ഈ സമയത്ത് നല്ല റോസ്റ്റ് ആയിട്ട് പ്ലേറ്റ് കിടന്ന് ചിരിക്കേണ്ടതല്ലേ, കരയാതെ. എന്താ കുര്യപ്പള്ളി ചേട്ടാ, മലക്കറി കച്ചവടം തുടങ്ങാൻ പോവാണോ? കുര്യാപ്പള്ളിക്ക് നിന്ന് തിരിയാൻ സമയമില്ല, പിന്നെ എങ്ങനെയാ കച്ചവടം തുടങ്ങുന്നത്? പിന്നെ ഇതെല്ലാം എന്തിനാ? ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നാളെ സ്കോച്ചും പൊരിച്ച കോഴിയെല്ലാം ഒഴുകണ ദിവസാ, അറിഞ്ഞില്ലേ? നാളെ മുരളിക്കുഞ്ഞിന്റെ കല്യാണ നിശ്ചയമാ. രേഖ എന്തായി പറയുന്നത്? നാളെ കല്യാണ നിശ്ചയമാണല്ലേ? മൂന്നാറിലെ സമ്പന്നനായ കുരുമുളക് മുതലാളിയുടെ ഒരേ ഒരു മകൾ സുന്ദരി, സഹോദരൻ അമേരിക്കയിൽ, ഹയർ സ്റ്റഡീസിനുള്ള ഓഫർ. നീ അതങ്ങ് വിശ്വസിച്ചോ? അങ്ങനെ ഒരു ആലോചന വന്നു. ഞായറാഴ്ച അവര് കാണാൻ വരും. വന്ന് കണ്ടു പോട്ടെ. അവര് വന്നു എന്ന് കരുതി കല്യാണം നടക്കണമെന്നില്ലല്ലോ. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോഴും മുരളി ഇതേ ലാഘവത്തോടെ പറയും, നീ ഇത് വിശ്വസിക്കാണോ എന്ന്. ഞാൻ പറയുന്നത് ഇനിയും നിനക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരുന്നു. ഏറിയാൽ 2 വർഷം കൂടി നീ കാത്തിരിക്കേണ്ടി വരും. 2 വർഷമല്ല, എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു. പക്ഷേ മുരളി, എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ ഭാവിയെക്കുറിച്ച് മുരളി ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജയിൽവാസ് അനുഭവിച്ച് തിരിച്ചു വന്ന് എന്റെ മുത്തശ്ശിന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് മുരളിക്കറിയാമോ? എന്റെ അമ്മയുടെ അവിഹിത ഗർഭം ഇന്നൊരാവർത്തനം പോലെ വീണ്ടും. ഇല്ല ഇല്ല മുരളി, തന്ത ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഉടനെ ഒരു ലേഡി ഡോക്ടറെ കാണാം. ഞങ്ങളുടെ ഹോസ്പിറ്റലാകുമ്പോ വേറെ ആരും അറിയുകയില്ല. മുരളി, ഇല്ല, മുരളി എന്നെ വിവാഹം കഴിക്കണം. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, എനിക്കിപ്പൊ നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. മുരളി, നിങ്ങളെ ഞാൻ വിടില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. കണ്ട പട്ടണങ്ങളൊക്കെ കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവൾ എന്റെ നേരെ അവകാശം ഉന്നയിക്കാൻ വന്നിരിക്കുന്നു.
നിങ്ങൾ എന്താണ് വിളിച്ചത്? തേവിളിച്ചല്ലേ? ഞാനത് അർഹിക്കുന്നു. പക്ഷെ മുരളി ഒന്നോർത്തോ, എന്നെ പറഞ്ഞു മയക്കി ആ സ്നേഹവാക്കുകളിൽ വിശ്വസിച്ച് എന്നിലെ സ്ത്രീത്വം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കാൻ എനിക്കറിയാം. കാളിദാസന്റെ ശകുന്തളയല്ല ഞാൻ, ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ്. ഓർത്തോ? ഈ പുഴയുടെ പേരെന്താണെന്ന് നിനക്കറിയാമോ? തലവെട്ടിപ്പുഴ. എന്റെ അച്ഛനപ്പൂവന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന തലകൾ ഒരു കാലത്ത് കായലിലേക്ക് ഒഴുകിയിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു. പാരമ്പര്യം തുടരട്ടെ. ഒരു ശവം കൂടി. മാനഹാനി കൊണ്ടുള്ള ഒരു ആത്മഹത്യയാക്കി ഞാനിതിനെ മാറ്റിക്കൊള്ളാം. വേണ്ട, ഈ കൊലപാതകത്തിനും ഒരു തെളിവുകളും ഉണ്ടാവാൻ പാടില്ല. Thank you.